ഞങ്ങളുടെ യാക്ക് മുതലാളിയുടെ യാക്കാണ്. ഇന്ന് അവരുടെ എല്ലാ യാക്കും ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു കുഞ്ഞ് യാക്ക് അതിൻ്റെ അമ്മയുടെ കൂടെ കിടന്ന് സുഖമായി ഉറങ്ങുക. രാവിലെ ഭക്ഷണം കഴിക്കാൻ കൈ കഴുകാൻ പുറത്തിറങ്ങിയപ്പോഴാണ് ഈ കാഴ്ച കാണുന്നത്. ആയിരക്കണക്കിനുണ്ട്. യാക്കിൻ്റെ പാലിൽ നിന്ന് ക്രീം ഉണ്ടാക്കും. ഇന്നലെ ഉണ്ടാക്കിയ ക്രീമാണ് ഇരിക്കുന്നത്. തീ അണച്ചു, ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി അത് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് കട്ടിയുള്ള ഫാറ്റ് മുകളിൽ വരുന്ന പറഞ്ഞു. ഇവരുടെ ബൈക്ക് ഞങ്ങൾ 2-3 ദിവസമായിട്ട് പോപ്കോൺ വാലിയിലായിരുന്നു. ചുമ്മാ കിട ഉറങ്ങി. എന്നിട്ട് രസമായിരുന്നു. അങ്ങനെ അവിടുത്തെ എല്ലാം കഴിഞ്ഞു. ഇന്ന് ഞങ്ങൾ ഇറങ്ങി യാക്ക് ഫെസ്റ്റിവൽ കാണാൻ പോകും. വർഷത്തിലൊരു ദിവസം നടക്കുന്ന ഒരു ഫെസ്റ്റിവലാണ്. കുറച്ച് നേരം കാണാൻ പറ്റുള്ളൂ, ഫുള്ള് കാണാൻ പറ്റില്ല. എങ്കിലും കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് കർക്കോറിം എന്ന് പറഞ്ഞ ഇവരുടെ പണ്ടുള്ള സിറ്റി, ഏൻഷ്യൻ സിറ്റി, ഇപ്പോൾ ഉള്ളതല്ല, പണ്ടത്തെ ക്യാപിറ്റലാണ്. അത് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകും. ഞങ്ങളിപ്പം യാക്ക് ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്തെത്തി. 11 മണിക്കാണ് ഒരു പ്രോഗ്രാം തുടങ്ങുമെന്ന് പറഞ്ഞത്. ഇപ്പം മണി 11:30 ഇവിടെ ഒരു യാക്കിൻ്റെയും പൊടി പോലും ഇല്ല. നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിനേക്കാളും കഷ്ടമാണ് മംഗോളിയൻ സ്റ്റാൻഡേർഡ് ടൈം. അവർ പറഞ്ഞിട്ട് ഒരു 3 മണിക്കൂർ കഴിഞ്ഞ് എന്ത് പരിപാടിയും തുടങ്ങുള്ളൂ. Be careful of the bag. Vitra. Yeah, I got it. Dabei.
너희들이 아무리 그렇지 며칠이야. 아 우런가 뒤돌이 왔다 어둠 짓고 왔다 갔다. അവിടെ ദൂരെ നടന്നു പോകുന്നതെല്ലാം യാക്കാണ്. आता थांबा सर साइन थांबा आता इसके थांबा खाने की हार्पिक 자 몰라서 아까 사람들 보고 진짜 봤다. And yeah, the judges will choose. Oh, I see. Oh, he got it. Yes. Oh, he got it on the leg. No. ഇനി ഇവിടെ കുറേ പരിപാടികൾ നടക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്കിന്ന് പോകേണ്ടതായതുകൊണ്ട് ബാക്കി കാണാൻ നിൽക്കുന്നില്ല. ഞങ്ങൾ കാറിലിരുന്ന് തന്നെ ലഞ്ച് കഴിക്കാൻ പോവാണ്. and barbecue. Yeah. ഞങ്ങളിപ്പം സെമി ഗോബി ഡെസേർട്ടല്ല, പകുതി ഡെസേർട്ടായിട്ടുള്ള സ്ഥലത്താണ് ഇന്ന് താമസിക്കുന്നത്. ഇതുവരെയുള്ള ഫാമുകളിലെല്ലാം ഞങ്ങൾ കുതിര, ഒട്ടകം, യാക്ക്, പിന്നെ ചെമ്മരിയാട്, ആട്, അങ്ങനെ പലതും വളർത്തുന്നവരുടെ കൂടെ നിന്നിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ അവസാനം പശുവിൻ്റെ അടുത്തെത്തി. ഇവരുടെ മേയാൻ പോയ പശു തിരിച്ചെത്തിയിട്ടില്ല. ഞങ്ങൾ ഇന്നത്തെ താമസിക്കുന്ന ഞങ്ങളുടെ ഗർ ഇതാണ്. കുഞ്ഞൊരു ഗറാണ്, 3 ബെഡേ ഉള്ളൂ. ഞങ്ങളുടെ ട്രിപ്പിലെ അവസാനത്തെ ദിവസമാണ്. ഇനിയിപ്പോൾ നാളെ ട്രിപ്പ് തീരും, മറ്റന്നാൾ ഞാൻ തിരികെ പോകും. പിന്നെ ഞങ്ങൾ സൺസെറ്റ് കണ്ടുകൊണ്ടാണ് ഡിന്നർ കഴിക്കാൻ പോകുന്നത്. ഇന്നത്തെ ഞങ്ങളുടെ ഡിന്നർ നോക്കട്ടെ എന്താണെന്ന്. ഇതാണ് ഡിന്നർ. എന്തോ ഒരു സൂപ്പാണ്, ചിക്കനും വെജിറ്റബിൾ സൂപ്പ് ഇട്ടൊരു സൂപ്പ്.
Yay. ഇവരിവിടെ ഐറാക്ക് ഉണ്ടാക്കുവാണ്. ഇന്ന് ഞങ്ങളുടെ അവസാനത്തെ ദിവസം. ഇന്ന് വൈകിട്ടാണ് സിറ്റിയിലെത്തുക. കൊച്ചു കുതിരകളെല്ലാം കിട്ടി. ഇതാണ് അവരുടെ ഗർ. ഇത് കുതിരച്ചാണകമാണ്. അത് വെച്ചിട്ടാണ് അവരുടെ സ്റ്റൗ പ്രവർത്തിക്കുന്നത്. പിന്നെ ഇവരുടെ എല്ലാം വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനൊരു സാധനം കാണും. അവരുടെ വീട്ടിലുണ്ടാക്കിയ ചീസും ബ്രെഡും സാധനങ്ങളെല്ലാം. ഇത് ചീസാണ്. ഇങ്ങനെ സോഫയൊന്നും കാണത്തില്ല. ഇവർ നല്ല അത്യാവശ്യം പൈസ ഉള്ളതുകൊണ്ടാണ് സോഫയുള്ളത്. പിന്നെ ഇതെന്തോ ബുദ്ധിസം റിലേറ്റഡ് ആയിട്ടുള്ള പ്രാർത്ഥിക്കുന്ന സാധനമാണെന്ന് പറഞ്ഞു. പിന്നെ ഇത് അവർക്ക് വെള്ളം, ചൂടുവെള്ളം വെക്കുന്നതാണ്. ഇത് കുതിരയെ കെട്ടുന്ന സാധനങ്ങളാണ്. ഇത് ഡെക്കറേഷനാണ്. അതായത് ഉത്സവത്തിന് സമയത്തൊക്കെ കുതിരയെ കൊണ്ടുപോകുമ്പോൾ കുതിരയിൽ ഫിറ്റ് ചെയ്യുന്ന സാധനങ്ങളൊക്കെയാണ്. അതുപോലെ ഈ സാഡിലെല്ലാം അവർ പിന്നെ പ്രത്യേക ദിവസങ്ങളിൽ മാത്രമാണ് ഉപയോഗിക്കുക. കുതിര ഓട്ടത്തിൻ്റെ സമയത്ത് കുതിര വേർക്കും. അപ്പോൾ അത് തുടച്ച് കളയുന്ന ഒരു സാധനമാണിത്. ഇതിനെല്ലാം ഓരോ പേരുകളുണ്ട്. ഇത് സാഡിൽ ഡെക്കറേഷൻ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതാണ് അതായത് ശരിക്കും ഈ ഒരു വട്ടവും 2 പില്ലറുമാണ് ആദ്യം അവർ ഫിറ്റ് ചെയ്യുക. എന്നിട്ട് ഈ ചെറിയ ചെറിയ വടികളെല്ലാം അതിൽ നിന്ന് വരും. ഇവിടെ ഇപ്പോൾ ഫ്രിഡ്ജും എല്ലാം ഉണ്ട്. ഈ പുളിപ്പിച്ച കുതിരപ്പാല് ഐറാഗ് എന്ന് പറയും. അതാണ് അവർ നിറച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ അവരെ കാണാൻ വന്ന ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. ഇതും അവരുടെ ഒരു അടുക്കളയാണ്. പാല് തിളയ്ക്കുന്നുണ്ട്. ഇത് ഐറാഗ്. ഈ പുളിപ്പിച്ച സാധനമാണ് അവർ ചാരായം പോലെ കുടിക്കുന്നത്.
You go to Hong Kong. This is that lady you saw before. Also, we saw a similar thing. in That the- lady you told Yeah. lady deity. No. It's the main Buddha is that one in the middle one. And this one has 1,000 head and 1,000 hand and 1,000 legs. Oh. And the thing, the whole thing, like in front, we call it thing. Yeah. പത്ത് ദിവസത്തെ ടൂർ കഴിഞ്ഞ് ഞങ്ങളിപ്പം സിറ്റിയിലെത്താറായി.